പാലായിലെ ട്രാഫിക് കുരുക്കിന് പരിഹാരവുമായി റോബിൻ ബസ് ഉടമ ഗിരീഷ്. കൊട്ടാരമറ്റത്ത് നിന്നും ബസ്സുകൾ ബൈപ്പാസ് വഴി ടൗൺ സ്റ്റാൻഡിലെത്തുന്ന റൂട്ട് നടപ്പിലാക്കിയാൽ ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ശമനമുണ്ടാകുമെന്നും ഗിരീഷ് പറഞ്ഞു. ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് സംസാരിക്കാനൊന്നും തയ്യാറായില്ല. ഇവിടെ ട്രാഫിക് ബ്ലോക്ക് തീരണമെങ്കിൽ ആദ്യം ഒരു കാര്യം മാത്രം ചർച്ച ചെയ്ത് വന്നു. കോട്ടയം സൈഡിൽ നിന്നും വൈക്കം സൈഡിൽ നിന്നും വരുന്ന പ്രൈവറ്റ് ബസ്സുകൾ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കയറ്റി ആളെ ഇറക്കി പുറത്തു പോയി പാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ആ സിറ്റുവേഷൻ മാറ്റിയാൽ ആ സിറ്റുവേഷൻ കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ല. അത് തീരണമെങ്കിൽ അത് അല്പം വേദനയോടെ തന്നെ ചെയ്താലേ നടക്കുള്ളൂ. കാരണം ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് യാത്രക്കാർക്കൊരു ഇത് കിട്ടില്ല. യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ ഉടമകൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പിന്നീട് അത് ശരിയാവും എന്ന് പറയാറുണ്ട്. ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് വൈക്കം സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വരുമ്പോൾ പുത്തമ്പള്ളിക്കുന്ന് കയറി ഇതിലേ ഇറങ്ങി KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് കിഴക്കത്തൂർ വന്ന് KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് നേരെ അവർ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ പോയി പാർക്ക് ചെയ്താൽ മതി. തിരിച്ചു പോകുന്നത് ഇതേ രീതിയിൽ വേണേൽ പോകാം, അല്ലെങ്കിൽ ഇവർക്ക് നേരെ ഇപ്പുറത്ത് വന്നിട്ട് നേരെ കയറിയാൽ പോയാലും മതി. അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ കോട്ടയം സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട സൈഡിലേക്കും തൊടുപുഴ സൈഡിലേക്കും പോകുന്ന വണ്ടികൾ പുത്തമ്പള്ളിക്കുന്ന് കയറിയിട്ട് ഇതിലേ വന്നാൽ മതി. അപ്പം ഈ ആശുപത്രിത്താഴെയും സെൻറ് ഹോസ്പിറ്റൽസിൻ്റെ അവിടുത്തെ ആ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, എന്നും ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ്. ആ ബ്ലോക്ക് ഒഴിവാകും. പക്ഷെ അതിലേക്കൊന്നും ചർച്ച വന്നില്ല. ആ ചർച്ച ഇത് കൃത്യമായിട്ട് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുള്ളൂ. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഒരു പെട്ടെന്ന് കൂടി ഒരു ചെറിയ തീരുമാനം എടുത്താലൊന്നും ഇത് പ്രശ്നങ്ങൾ തീരില്ല.